Transport across the plasma membrane. The transportation of material across the plasma membrane is very essential to the life of a cell, and certain substances move into the cell to support a metabolic reaction. മെറ്റീരിയൽസിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്തേക്കൂടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മെയിൻ രണ്ട് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, അതായത് പാസീവ് ഓർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതാണ് ടു മെയിൻ ട്രാൻസ്പോർട്ട് പ്രോസസ്സ്. ഈ രണ്ട് ട്രാൻസ്പോർട്ട് പ്രോസസ്സിലൂടെയാണ് സബ്സ്റ്റൻസസ് ദേ ജസ്റ്റ് മൂവ് അക്രോസ് ദ സെല്ലുലാർ മെംബ്രെയിൻസ്. ആൻഡ് two types of basic mechanism involved in the transport of substances are passive transport mechanisms and active transport mechanism. Passive transport is the transport of substances along the concentration gradient or electrical gradient or both. It is also known as diffusion or downhill movement. പാസീവ് ട്രാൻസ്പോർട്ട് ഇത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റോ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ്, അതായത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ അവിടെയുള്ള ഒരു കെമിക്കലിൻ്റെ കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം, അതായത് ഒരു കെമിക്കൽ പുറത്തു നിന്ന് അകത്തോട്ടേക്ക് പോകുമ്പോൾ അവരുടെ ആ ഒരു കോൺസെൻട്രേഷനിലുള്ള ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ചാർജസിൻ്റെ ആ രണ്ട് റീജൻസിൻ്റെ ഇടയിലുള്ള ഒരു ഇലക്ട്രിക്കൽ ചാർജസിൻ്റെ ഒരു വ്യത്യാസം. ഇനി ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റെയും ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റെയും ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ they does not need energy. ഇവിടെ ഒരു എനർജിയുടെ ആവശ്യമില്ല. ആൻഡ് ഇതിനൊരു എക്സാമ്പിളാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഈ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത് ഒന്നില്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ ലിപ്പിഡ് ലെയറിലൂടെയോ അല്ലെങ്കിൽ പ്രോട്ടീൻ ലെയറിലൂടെയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിഫ്യൂഷനെ നമുക്ക് 3 ഹെഡിങ്സ് വെച്ച് കാറ്റഗറൈസ് ചെയ്യാം. അത് ത്രൂ ലിപ്പിഡ് ലെയർ, ത്രൂ പ്രോട്ടീൻ ലെയർ, ത്രൂ കരിയർ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ലിപ്പിഡ് ലെയർ എന്ന് പറയുമ്പോൾ അവിടെ ലിപ്പിഡ് സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെയാണ് ഇവിടെ കടത്തിവിടുന്നത്. ഇറ്റ് ഈസ് ഓൺലി പെർമിയബിൾ ടു ലിപ്പിഡ് സോല്യൂബിൾ സബ്സ്റ്റൻസസ്. ഇനി പ്രോട്ടീൻ ലെയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസസ്. മെയിൻലി ഇലക്ട്രോലൈറ്റ്സ് ആണ് ഈ ഒരു പ്രോട്ടീൻ ലെയറിലൂടെ ഡിഫ്യൂസ്ഡ് ആകുന്നത്. ഇനി ഫെസിലിറ്റേറ്റഡ് ഓർ കരിയർ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഓർ കരിയർ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, കരിയർ ആണ്. അവിടെ ഒരു കരിയർ പ്രോട്ടീൻ്റെ ഒരു ഹെൽപ്പോടുകൂടിയാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ വെച്ച് നടക്കുന്ന ഒരു ഡിഫ്യൂഷനെക്കാട്ടും ഫാസ്റ്ററാണ് ഇവിടുത്തെ ഒരു ഡിഫ്യൂഷൻ. ദ സബ്സ്റ്റൻസസ് ആർ ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ ഫാസ്റ്റർ ദാൻ ദി ട്രാൻസ്പോർട്ട് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. Facilitated or carrier mediated diffusion, it is a type of diffusion by which water soluble substances having larger molecule are transferred through the cell membrane with the help of a carrier protein. ഒരു carrier പ്രോട്ടീൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഇവിടെ ലാർജർ മോളിക്യൂൾസ് സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും. ഈ ഗ്ലൂക്കോസിനും അമിനോ ആസിഡ്സും അവർക്ക് സിംപ്ലി ദേ കനോട്ട് ഡിഫ്യൂസ് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഡയാമീറ്റർ ചാനൽസിൻ്റെ ഡയാമീറ്ററിനെക്കാട്ടും കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് ഒരു കരിയർ പ്രോട്ടീൻ ആയിട്ട് ബൈൻഡ് ചെയ്യണം. അങ്ങനെ ഇവരൊരു കരിയർ പ്രോട്ടീൻ ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഒരു ചേഞ്ചസ് കാരണം മോളിക്യൂൾസ് ദേ ഗെറ്റ് റീച്ച് ടു ദി അതർ സൈഡ് ഓഫ് ദി സെൽ മെംബ്രെയിൻ. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ്. ഒന്ന് പെർമിയബിലിറ്റി ഓഫ് സെൽ മെംബ്രെയിൻ, temperature, concentration gradient, then solubility, thickness of cell membrane, size of the molecule, size of the ion and charge of the ions. ഡിഫ്യൂഷൻ അല്ലാതെ മറ്റ് ചില സ്പെഷ്യൽ ടൈപ്സ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. അതാണ് ബൾക്ക് ഫ്ലോ, ഫിൽട്രേഷൻ, ഓസ്മോസിസ്. ഇതിൽ ഓസ്മോസിസ് ആണ് ഇമ്പോർട്ടൻറ്റ്.
ബൾക്ക് ഫ്ലോ എന്ന് പറയുന്നത് a large quantity of substances they move from a region of diffuse from a region of high pressure to a region of low pressure. high region ന്ന് low region of low pressure ലോട്ടുള്ള മൂവ്മെന്റ്. ഇതൊരു പ്രഷർ ഗ്രേഡിയന്റിന്റെ ഒരു എഫക്റ്റോട് കൂടി നടക്കുന്നതാണ്. ആൻഡ് ഇതിനൊരു എക്സാമ്പിൾ ആണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് അക്രോസ് ദി റെസ്പിറേറ്ററി മെംബ്രെയിൻ ഇൻ ലങ്സ്. നെക്സ്റ്റ് ഫിൽട്രേഷൻ. ഇവിടെ വാട്ടറും സൊല്യൂട്ട്സും they move from an area of high hydrostatic pressure to a area of low hydrostatic pressure. ഇതിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് glomeruli of kidneys. നെക്സ്റ്റ് ഓസ്മോസിസ്. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഓർ എനി അതർ സോൾവെന്റ് ഫ്രം എൻ ഏരിയ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എൻ ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതൽ അവിടേക്ക് ഒരു വാട്ടർ അല്ലെങ്കിൽ ഏതാണ് സോൾവെന്റ്, ആ സോൾവെന്റ് മൂവ് ചെയ്യുന്നു. ലോവർ കോൺസെൻട്രേഷൻ, സൊല്യൂട്ടിന്റെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും സൊല്യൂട്ടിന്റെ ഹയർ കോൺസെൻട്രേഷനിലോട്ട് ഈ സോൾവെന്റ് മൂവ് ചെയ്യുന്നു ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിന് ഈ വാട്ടറിന്റെയോ അല്ലെങ്കിൽ സോൾവെന്റിന്റെ പാസേജ് മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. പക്ഷെ സൊല്യൂട്ടിനൊന്നും ഇവിടെ പെർമിറ്റ് ചെയ്യില്ല. ഓസ്മോസിസ് എപ്പോഴും നടക്കുന്നത് സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും. മെംബ്രെയിൻ്റെ ഐദർ സൈഡിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ഓസ്മോസിസ് നടക്കുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓസ്മോട്ടിക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഓസ്മോസിസ് നടക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സൈറ്റോസോളിലുള്ള ഓസ്മോട്ടിക് പ്രഷറും അതുപോലെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൻ്റെ അവിടെയുള്ള ഓസ്മോട്ടിക് പ്രഷറും സാധാരണ ഒരു നോർമൽ കണ്ടീഷനിൽ സെയിം ആയിരിക്കണം. അപ്പോൾ അവിടെ സെല്ലിൻ്റെ വോളിയത്തിലോ ഷേപ്പിലോ ഒന്നിലും ചേഞ്ച് ആവില്ല, അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എപ്പോഴാണോ ബോഡി സെൽസ് വേറൊരു ഓസ്മോട്ടിക് ഡിഫറൻസ് ഉള്ള ഒരു സൊല്യൂഷനിൽ പ്ലേസ്ഡ് ആകുന്നത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു സെല്ലിന്റെ ആ ഒരു ഫ്ലൂയിഡിന്, ആ ഒരു ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിന് ഓസ്മോട്ടിക് പ്രഷറിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ ഈ സെല്ലിന്റെ ഷേപ്പിലും വോളിയത്തിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പൊ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ഇത് ഇങ്ങനത്തെ ഒരു സൊല്യൂഷനിൽ ഉണ്ടാകുന്ന ഇങ്ങനെ സൊല്യൂഷന് സെല്ലിന്റെ വോളിയം ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ടോണിസിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ടോണിസിറ്റി എന്നാൽ ഇറ്റ് ഇസ് ദ മെഷർ ഓഫ് സൊല്യൂഷൻസ് എബിലിറ്റി ടു ചേഞ്ച് ദ വോളിയം ഓഫ് സെൽസ് ബൈ ആൾട്ടറിങ് ദെയർ വാട്ടർ കണ്ടന്റ്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ സെല്ലായ RBC വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ ആണത്. അപ്പോൾ RBC ഒരു നോർമൽ ഷേപ്പും വോളിയമും ഒരു ഐസോട്ടോണിക് സൊല്യൂഷനിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നാൽ അതായത് 0.9% ഓഫ് NaCl സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ സെലൈൻ സൊല്യൂഷൻ ആണ്. അത് RBCക്ക് ഐസോട്ടോണിക് ആണ്. അതായത് ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ സെയിം ആയിട്ടുള്ളൊരു കണ്ടീഷൻ കീപ്പ് ചെയ്യുക. അതായത് സൊല്യൂട്ടിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ഒന്നും പ്ലാസ്മ മെംബ്രെയിൻ്റെ അതിൽ കൂടെ നടക്കുന്നില്ല. ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ദേ കനോട്ട് ക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ രണ്ട് ഭാഗത്തും സെയിം ആണ്. അതായത് ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ ഈ RBCക്ക് ഐസോട്ടോണിക് ആയത് 0.9% NaCl സൊല്യൂഷനിൽ ഇരിക്കുമ്പോൾ RBC ഐസോട്ടോണിക് ആണ്. അതായത് സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഇതാണ് നടക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മളൊരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ കീപ്പ് ചെയ്യുമ്പോൾ, അതായത് ലോവർ കോൺസെൻട്രേഷൻ, അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെയധികം കുറവുള്ള ഒരു സൊല്യൂഷൻ, അതായത് RBCയുടെ സൈറ്റോസോള് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ സൊല്യൂഷനിലുള്ള ഒരു വാട്ടർ കണ്ടന്റ് RBCയിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് സൊല്യൂട്ട് ഫ്രം എ ലോവർ കോൺസെൻട്രേഷൻ ടു എ region of higher concentration. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലാണ്. അവിടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ അവിടെ സെല്ല് RBC they becomes to swell. അങ്ങനെ ഇവൻച്വലി അവർ ബേസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു റപ്ചർ ഓഫ് RBCനെയാണ് നമ്മൾ ഹീമോലൈസിസ് എന്ന് പറയുന്നത്.
ഇനി ഹൈപ്പർടോണിക് തേർഡ് കാറ്റഗറിയാണ് നമ്മൾ ഹൈപ്പർടോണിക്, അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായ ഒരു സൊല്യൂഷനിൽ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ആർ ബി സി എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാകും ആർ ബി സി എന്ത് ചെയ്യും, ആർ ബി സിയിലുള്ള സൊല്യൂട്ടൊക്കെ തിരിച്ച് സൊല്യൂഷനിലോട്ട് ആ ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനിലോട്ട് പോവാൻ തുടങ്ങും. അപ്പോൾ അവിടെ സെല്ല് ഷ്രിങ്ക് ചെയ്യും, അവിടെ ക്രിനേഷൻ നടക്കും. ആ ഒരു ഷ്രിങ്കേജിനെയാണ് ക്രിനേഷൻ എന്ന് പറയണത്. അപ്പോൾ ഇവിടെ ആ ഒരു ടോണിസിറ്റീനെ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതാണ്. റെഡ് ബ്ലഡ് സെല്ലിൽ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷനെ നമ്മൾ 3 ഹെഡിങ്സ് വെച്ച് കാറ്റഗറൈസ് ചെയ്തു. അതിലൊന്നാണ് ലിപ്പിഡ് ലെയർ വെച്ചിട്ടുള്ളത്, പ്രോട്ടീൻ ലെയർ വെച്ചിട്ടുള്ളത്, പിന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പിന്നെ നമ്മൾ മറ്റ് ചില ടൈപ്പ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞു. അതിൽ ബൾക്ക് ഫ്ലോ ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്. അപ്പോൾ ഇതാണ് പാസീവ് ട്രാൻസ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ കെമിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ആണ്, എതിരെയാണ്. ഈ ഒരു കോൺസെൻട്രേഷൻ ഓർ ഇവിടെ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇതിന് അപ്ഹിയൽ ട്രാൻസ്പോർട്ടും എന്ന് പറയുന്നുണ്ട്. ഇവിടെ എനർജി റിക്വയർമെന്റ് ഉണ്ട്, അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് റിക്വയർസ് എനർജി ആൻഡ് ദിസ് ഇസ് ഒബ്റ്റെയിൻഡ് മെയിൻലി ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈ എനർജി കോമ്പൗണ്ട് like ATP. നെക്സ്റ്റ്, ഇവിടെ ഈ ഒരു സ്ലൈഡിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ്, ആ ഒരു ഡിഫറൻസ് എന്താണെന്നാണ് ഇവിടെ ഈ ഒരു സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം വളരെയധികം ഡിഫറെൻ്റ് ആണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഒരു കരിയർ ആവശ്യമുണ്ട്, ഒരു കരിയർ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ ഇവിടെ എനർജിയുടെ ആവശ്യമുണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലാണെങ്കിൽ അവിടെ ഒരു കരിയർ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്, പക്ഷെ എനർജി അവിടെ ആവശ്യമില്ല. ആക്റ്റീവിലാണെങ്കിൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഓർ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ്. പക്ഷേ ഫെസിലിറ്റേറ്റഡ് ആണെങ്കിൽ അലോങ് ദ കോൺസെൻട്രേഷൻ ഓർ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ്. ഇതാണ് അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ കാരിയർ പ്രോട്ടീനിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. 2 ടൈപ്സ് ഓഫ് കാരിയർ പ്രോട്ടീൻസ് ആണ് ഉള്ളത്, യൂണിപോർട്ടും സിംപോർട്ടും ഓർ ആൻറ്റിപോർട്ട്. യൂണിപോർട്ട് എന്നാൽ കാരിയർ പ്രോട്ടീൻസ് ദേ ക്യാരി ഓൺലി വൺ സബ്സ്റ്റൻസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. അതാണ് യൂണിപോർട്ട്, അതായത് ഒരു സിംഗിൾ ഡയറക്ഷനിൽ ക്യാരി ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യൂണിപോർട്ട് പമ്പ്. സിംപോർട്ട് ഓർ ആൻറ്റിപോർട്ട്. Symport or antiport എന്നാൽ it is a carrier protein that transport 2 substances at a time. 2 സബ്സ്റ്റൻസിനെ ഒരേ സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംപോർട്ട് ഓർ ആൻറ്റിപോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ സിംപോർട്ട് എന്നാൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒരേ ഡയറക്ഷനിൽ പോണതാണ് സിംപോർട്ട് ഓർ സിംപോർട്ട് പമ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ആൻറ്റിപോർട്ട് ഓർ ആൻറ്റിപോർട്ട് പമ്പ് എന്നാൽ 2 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോണതാണ് ആൻറ്റിപോർട്ട്. ആൻറ്റി എന്ന് ആലോചിക്കുമ്പോൾ ആ വേർഡിൽ തന്നെ നമുക്ക് ആലോചിക്കാം അതൊരു എതിരെയാണ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് വരുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ മെക്കാനിസം നോക്കാം. എങ്ങനെയാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്? അപ്പോൾ ഒരു സബ്സ്റ്റൻസസിനെ ഇതിന് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യും, ഒരു കാരിയർ പ്രോട്ടീൻ ആയിട്ട് അത് കമ്പൈൻ ചെയ്യും, എന്നിട്ട് അത് സബ്സ്റ്റൻസ് പ്രോട്ടീൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് സെൽ മെംബ്രെയിൻ്റെ ഇന്നർ സർഫസിലോട്ട് എത്തുന്നു, എന്നിട്ട് ആ ഒരു സബ്സ്റ്റൻസസിനെ അവിടെ റിലീസ് ചെയ്യുന്നു. ഈ സെയിം കാരിയർ പ്രോട്ടീന് എന്നിട്ട് തിരിച്ച് സെല്ലിൻ്റെ ഔട്ടർ സർഫസിലോട്ട് എത്തുന്നു. വേറെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് വേറെ മോളിക്യൂൾസിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ തിരിച്ച് അവിടെ സെയിം ലൊക്കേഷനിലോട്ട് തിരിച്ചെത്തുന്നു. ഇതാണ് മെക്കാനിസം. അതായത് ഈ സബ്സ്റ്റൻസസ് ഏത് സബ്സ്റ്റൻസസിനാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിനെ കാരിയർ പ്രോട്ടീനായിട്ട് കമ്പൈൻ ചെയ്യുന്നു, സബ്സ്റ്റൻസ് പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ടാകുന്നു, എന്നിട്ട് അത് സെൽ മെംബ്രെയിൻ ഇന്റേണൽ സർഫസിലോട്ട് എത്തുന്നു, അവിടെ സബ്സ്റ്റൻസസിനെ റിലീസ് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് ഈ കാരിയർ പ്രോട്ടീന് തിരിച്ചെത്തുന്നു, വേറെ മോളിക്യൂളിനെ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് അതിൻ്റെ സെല്ലിൻ്റെ ഔട്ടർ സർഫസിലോട്ട് എത്തുന്നു.
ഇനി സബ്സ്റ്റൻസസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി പാസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് അയണിക് ഫോം ഉണ്ട്, നോൺ അയണിക് ഫോം ഉണ്ട്. അയണിക് ഫോം എന്ന് പറയുമ്പോൾ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, ഹൈഡ്രജൻ ക്ലോറൈഡ്, അയഡൈഡ്. നോൺ അയണിക് ഫോം എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, യൂറിയ. ഇനി രണ്ട് ടൈപ്സ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണുള്ളത്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. Primary active transport എന്നാൽ it is a type of transport mechanism in which energy is liberated directly from the breakdown of ATP. By this method, substances like sodium, potassium, calcium, hydrogen, and chloride are transported across the cell membrane. Directly, this type of mechanism ഇവിടെ energy liberate ചെയ്യുന്നുണ്ട്. It is directly from the breakdown of ATP. ATP directly breakdown ചെയ്തിട്ട് എനർജി അവിടെ ലിബറേറ്റ് ചെയ്യുന്നു. ഇതാണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ്? സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, ഇതൊക്കെ ഇതിലൂടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ആണ് സോഡിയം ആൻഡ് പൊട്ടാഷ്യത്തിൻ്റെ ഒരു പമ്പ്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. Sodium potassium pump. In this, sodium and potassium ions are transported across the cell membrane by means of a common carrier protein called sodium potassium pump. ഇവിടെ സോഡിയമും പൊട്ടാഷ്യമും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു അയോൺസ് അവരൊരു കോമൺ കാരിയർ പ്രോട്ടീനായ സോഡിയം പൊട്ടാഷ്യം പമ്പ് വെച്ചിട്ടാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഈ ഒരു ഇതിനെ നമുക്ക് സോഡിയം പൊട്ടാഷ്യം ATPase പമ്പും എന്ന് പറയുന്നുണ്ട്. Na+K+ ATPase, സോഡിയം പൊട്ടാഷ്യം ATPase എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു ടൈപ്പ് ഓഫ് പമ്പ് ഇതിനെ അങ്ങനെയും പറയുന്നുണ്ട്. ഇനി ഈ ഒരു പമ്പ് സോഡിയത്തിന് ഇതേ ട്രാൻസ്പോർട്ട് സോഡിയം ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്, ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇനി പൊട്ടാഷ്യത്തിനപ്പോൾ പുറത്തു നിന്ന് ഉള്ളിലോട്ട്, സോഡിയത്തിന് സെല്ലിൻ്റെ ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആൻഡ് പൊട്ടാഷ്യം ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. And this pump is present in all cells of the body. Sodium potassium pump is responsible for the distribution of sodium and potassium ion across the cell membrane and the development of resting membrane potential. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പമ്പിൽ സോഡിയത്തിന് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ടും അതുപോലെ പൊട്ടാഷ്യത്തിന് സെല്ലിനകത്തോട്ടേക്കും കൊണ്ടുവരണം. അപ്പോൾ സോഡിയത്തിന് ഇവിടെ സോഡിയം പൊട്ടാഷ്യം ATPase എന്നൊരു പമ്പ് വഴി, ഒരു കാരിയർ പ്രോട്ടീനായ ആ ഒരു പമ്പ് വഴിയാണ് ഇവിടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റോസോളിൽ, അതായത് സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു ഫ്ലൂയിഡ് പോർഷനാണ് സൈറ്റോസോൾ എന്ന് പറയുന്നത്. സൈറ്റോസോളിൽ നിന്നും 3Na+ പമ്പ് പ്രോട്ടീനിലോട്ട് ബൈൻഡ് ചെയ്യുന്നു. അതായത് സോഡിയം പൊട്ടാഷ്യം ATPase എന്ന് പറയുന്ന ഒരു പമ്പിലോട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നു. അതാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. സ്റ്റേജ് 2-ൽ ഇവിടെ ADP ആകുന്ന ഒരു ഹൈഡ്രോളിസിസ് നടക്കുന്നു. ആൻഡ് അതുപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടായിട്ട് സോഡിയം പുറത്തോട്ട് ഇവിടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ അവിടേക്ക് എത്തുന്നു. ഇറ്റ് ഈസ് എക്സ്പെൽഡ്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പൊട്ടാഷ്യത്തിൻ്റെ എൻട്രി ആണ്. അപ്പോൾ പൊട്ടാഷ്യത്തിന് സൈറ്റോസോളിലോട്ട് എത്തണം. എങ്ങനെ വേണം? അപ്പോൾ ഇവിടെ ഈ ഒരു പമ്പിൽ ഇവിടെ ചേഞ്ചസ് നടക്കണം. അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ റിലീസ്ഡ് ആകുന്നു. ഈ ഒരു കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടായിട്ട് ഇവിടെ ഒരു പമ്പിൽ കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാക്കി പൊട്ടാഷ്യം എന്നിട്ട് അകത്തോട്ടേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ പൊട്ടാഷ്യം റിലീസ്ഡ് ആയിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഷേപ്പിൽ ഓൾറെഡി ഒറിജിനൽ ഷേപ്പായിട്ട് അത് തിരിച്ച് മാറുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത സൈക്കിളിലോട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെയും 3Na+ പോയി ബൈൻഡ് ചെയ്യുന്നു. പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് എത്തുന്നു. പിന്നെ തിരിച്ച് പൊട്ടാഷ്യം സൈറ്റോസോളിലോട്ട് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്ന് പറയുന്നത്. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇവിടെ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാൽ ഇറ്റ് ഇസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് സോഡിയം അയോൺ ബൈ മീൻസ് ഓഫ് എ കോമൺ കാരിയർ പ്രോട്ടീൻ. ഒരു കോമൺ കാരിയർ പ്രോട്ടീൻ വെച്ചിട്ട് ഉള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ആണ്. ആൻഡ് സോഡിയം ഈസ് ട്രാൻസ്പോർട്ടഡ് by a carrier protein. Another substance is also transported by the same protein.
simultaneously either in the same direction or in the opposite direction. Thus the transport of sodium is coupled with the transport of another substances. അതായത് ഇവിടെ സോഡിയം ഒരു കാരിയോ പ്രോട്ടീനിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സബ്സ്റ്റൻസസിനെ ഇത് സെയിം ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോൾ അതായത് ഇവിടെ സോഡിയത്തിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ട് കപ്പിൾ ചെയ്യാണ് മറ്റൊരു സബ്സ്റ്റൻസ് വെച്ചിട്ട് ദേ ഗെറ്റ് കപ്പിൾഡ്. ഇതാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡറി ആക്റ്റീവിന്റെ രണ്ട് ടൈപ്സ് ആണുള്ളത്, കോ ട്രാൻസ്പോർട്ടും കൗണ്ടർ ട്രാൻസ്പോർട്ടും. ഇനി there are some other special types of active transport. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ വേറെയും ഉണ്ട്, സ്പെഷ്യൽ ടൈപ്സ് ഉണ്ട്, സ്പെഷ്യൽ കാറ്റഗറീസ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വെസിക്കുലാർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വെസിക്കുലാർ ട്രാൻസ്പോർട്ടിൽ വരുന്ന ഇതാണ് എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ്, ട്രാൻസൈറ്റോസിസ്. അപ്പോൾ ആദ്യം എൻഡോസൈറ്റോസിസ് എന്താണെന്ന് നോക്കാം. എൻഡോസൈറ്റോസിസ് ഇറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് മെക്കാനിസം ബൈ വിച്ച് മാക്രോമോളിക്യൂൾ എൻറ്റർ ദ സെൽ. ഈ മാക്രോമോളിക്യൂൾ എന്നാൽ ലാർജർ മോളിക്യൂൾസിനാണ് നമ്മൾ മാക്രോമോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവോ ജസ്റ്റ് ഒരു പാസീവ് ട്രാൻസ്പോർട്ടോ വഴിയോ ഈ ഒരു വലിയ മോളിക്യൂൾസിന് സെൽ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. എൻഡോസൈറ്റോസിസ് 3 ടൈപ്പാണ്. പൈനോസൈറ്റോസിസ്, ഫേഗോസൈറ്റോസിസ്, പിന്നെ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. പീനോസൈറ്റോസിസ് it is the process by which macromolecules like bacteria antigens are taken into the cells and it is also called cell drinking. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നതെന്ന് നോക്കാം. മെക്കാനിസം ഓഫ് പീനോസൈറ്റോസിസ്. മാക്രോമോളിക്യൂൾസ് ആണ് ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇൻ ദ ഫോം ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഫ്ലൂയിഡ്. ആ ഒരു ഫോമിലാണ് ഇവിടെ ബൈൻഡ് ചെയ്യുന്നത്. ഇറ്റ് ബൈൻഡ് ടു ദ ഔട്ടർ സർഫസ് ഓഫ് ദി സെൽ മെംബ്രെയിൻ. അപ്പോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ഫോമിലുള്ള ഒരു മാക്രോമോളിക്യൂൾസ് അത് സെല്ലിൻ്റെ ഔട്ടർ മെംബ്രെയിൻ സർഫസിലോട്ട് ബൈൻഡ് ചെയ്യുന്നു. സെൽ മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിലോട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സെൽ മെംബ്രെയിൻ ദി ഇവാജിനേറ്റ് അറൗണ്ട് ദ ഡ്രോപ്ലെറ്റ്. ആൻഡ് നെക്സ്റ്റ് നടക്കുന്നത് ഈ ഒരു ഡ്രോപ്ലെറ്റ്സ് ഈ എൻഗൾഫ് ചെയ്യുന്നു. ഡ്രോപ്ലെറ്റ്സ് അതിനെ ഈ സെൽ മെംബ്രെയിൻ ദേ ഗെറ്റ്സ് എൻഗൾഫ്ഡ്. അതായത് എൻഗൾഫ് എന്ന് വെച്ചാൽ എടുക്കുക, എൻഗൾഫ് ചെയ്യുന്നു. ഈ എൻഗൾഫ് ചെയ്ത ഡ്രോപ്ലെറ്റ്സിനെ അവർ വെസിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വെസിക്കിൾസും വാക്യൂൾസും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് എൻഡോസോം എന്ന് പറയുന്നത്. എൻഡോസോം എന്നിട്ട് സെല്ലിൻ്റെ അകത്തോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു. സൈറ്റോപ്ലാസത്തിലുള്ള പ്രൈമറി ലൈസോസോം ഈ ഒരു എൻഡോസോമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവർ സെക്കൻഡറി ലൈസോസോംസ് ആകുന്നു. ഈ സെക്കൻഡറി ലൈസോസോംസിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവർ ഡൈജഷനും അതുപോലെ ഈ ഒരു കണ്ടൻസിനെ ഡീഗ്രേഡ് ചെയ്യാനും ഡൈജഷനൊക്കെ നടത്തുന്നു. ഇതാണ് പീനോസൈറ്റോസിസിൻ്റെ ഒരു മെക്കാനിസം. പീനോ എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ് ആണ്, സെൽ ഡ്രിങ്കിങ്. അതായത് ഡ്രോപ്ലെറ്റ്സ് ഫോമിലുള്ള ആ ഒരു മാക്രോമോളിക്യൂളിനെ സെല്ല് എടുക്കുന്നു, അതിൻ്റെ എന്നിട്ട് അത് എൻഗൾഫ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ അതിനെ എൻഡോസോമായി ആ ഒരു എൻഡോസോം സെല്ലിനകത്തോട്ട് എത്തുന്നു. സൈറ്റോപ്ലാസത്തിലുള്ള പ്രൈമറി ലൈസോസോം എൻഡോസോമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ലൈസോസോം ആകുന്നു. ഇതിൽ കാണപ്പെടുന്ന ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് they get ഈ ഒരു കണ്ടൻസിനെ ഡൈജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ ഡീഗ്രേഡ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. നെക്സ്റ്റ് ഫാഗോസൈറ്റോസിസ്. അത് പറയും സെൽ ഈറ്റിംഗ് ആണ്. ലാർജർ ബാക്ടീരിയം, ലാർജർ ആൻറ്റിജൻസോ അല്ലെങ്കിൽ ഫോറിൻ ബോഡീസോ ഒക്കെ സെല്ലെടുക്കുന്നത് ഇറ്റ് ഇസ് ബൈ മീൻസ് ഓഫ് ഫാഗോസൈറ്റോസിസ്. അതിന് ഏറ്റവും ഒരു നമ്മുടെ ബോഡിയിൽ കാണുന്ന ചില സെൽസ്, അതായത് ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ടിഷ്യൂ മാക്രോഫേജ്, ഇതൊക്കെ ഫാഗോസൈറ്റോസിസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇതിലെ മാക്രോഫേജസ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫാഗോസൈറ്റിക് സെല്ലാണ്. ഇതാണ് ഫാഗോസൈറ്റോസിസിൻ്റെ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി നമ്മളെ ബോഡിയിൽ എത്തുമ്പോൾ നമ്മൾ സെല്ല് ഫസ്റ്റ് അത് ഫാഗോസൈറ്റ് ചെയ്യണം. അതായത് ഒരു സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ അവർ ബാക്ടീരിയയ്ക്ക് ചുറ്റും സെൻഡ് ചെയ്യുന്നു.
ഈ ഏതൊരു ബാക്ടീരിയ ആണോ ഫോറിൻ സബ്സ്റ്റൻസസ് ആണോ വരുന്നത് അവരുടെ അടുത്തേക്ക് ഒരു സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ, അതിനാണ് സ്യൂഡോപോഡിയം എന്ന് പറയുന്നത്. ആ ഒരു അങ്ങനത്തെ ഒരു എക്സ്റ്റൻഷനെ അവർ സെൻഡ് ചെയ്യുന്നു ഈ ഒരു ബാക്ടീരിയയ്ക്കോ ഒരു ഫോറിൻ ബോഡിക്കോ ചുറ്റും. ആൻഡ് അങ്ങനെ എന്നിട്ട് ഈ പാർട്ടിക്കിൾസിനെ അവർ എൻഗൾഫ് ചെയ്യുന്നു. എന്നിട്ട് അവർ എൻഡോസോമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് വാക്യൂൾ ആകുന്നു. ഈ വാക്യൂൾ എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. ആൻഡ് ഇതിനെ ഫാഗോസോം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫാഗോസോം എന്നിട്ട് ഇന്റീരിയർ ഓഫ് ദ സെല്ലിലോട്ട് എത്തുന്നു. എന്നിട്ട് പ്രൈമറി ലൈസോസോം ഫാഗോസോമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അവർ സെക്കൻഡറി ലൈസോസോം ആകുന്നു. എന്നിട്ട് പിന്നെ സെക്കൻഡറി ലൈസോസോംസ് എൻസൈംസിനൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൻഡ് ദേ ഗെറ്റ് റിസൾട്ട് ഇൻ ഡൈജഷൻ ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് ദി ഫാഗോസോമൽ കണ്ടന്റ്സ്. നെക്സ്റ്റ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. ഇതിൽ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്, മാക്രോ മോളിക്യൂൾസിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഒരു റിസപ്റ്റർ പ്രോട്ടീൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. സെൽ മെംബ്രെയിൻ്റെ സർഫസിൽ കുറച്ച് പിറ്റ്സ് ഉണ്ട്, വിച്ച് കണ്ടെയ്ൻ റിസപ്റ്റർ. പിറ്റ്സ് എന്ന് പറയുമ്പോൾ കുഴികൾ പോലെ, അതായത് അതിൽ റിസപ്റ്റർ പ്രോട്ടീൻ ആണ് ഉള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്ലാത്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിസപ്റ്റർ പ്രോട്ടീൻ ടുഗെദർ ആയിട്ടുള്ളതിനെയാണ് ഈ ഓരോ പിറ്റും അതിന് പറയുന്നത് റിസപ്റ്റഡ് കോട്ടഡ് പിറ്റ് എന്നാണ് പറയുന്നത്. ഈ റിസപ്റ്റഡ് കോട്ടഡ് പിറ്റ്സ് ആണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെല്ലിൻ്റെ സർഫസസിൽ കുറച്ച് പിറ്റ്സുകളുണ്ട്, അതിലൊരു പ്രോട്ടീൻ ഉണ്ട്, അതിനെയാണ് റിസപ്റ്റർ പ്രോട്ടീൻ ഉണ്ട്, അതിനാണ് നമ്മൾ ക്ലാത്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പിറ്റിലും, അതായത് ഈ റിസപ്റ്റർ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഓരോ പിറ്റിനെയും നമ്മൾ പറയുന്നത് റിസപ്റ്റർ കോട്ടഡ് പിറ്റ് എന്നാണ് പറയുന്നത്. ഈ റിസപ്റ്റർ കോട്ടഡ് പിറ്റാണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ ഒരു എങ്ങനെയാണ് റിസപ്റ്റർ കോട്ടഡ് ആ ഒരു എൻഡോസൈറ്റോസിസ് അല്ലെങ്കിൽ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് നടക്കുന്നത് ഇതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ്. റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിൽ ആദ്യം ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ സബ്സ്റ്റൻസസ് ലൈക്ക് ലിഗാൻഡ്, and this ligand molecule approach the cell and bind to the receptors in the coated pits and form a ligand receptor complex. അപ്പോൾ ഈ ഒരു റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് അത് നടക്കുന്നത് ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ സബ്സ്റ്റൻസസ് ലൈക്ക് ലിഗാൻഡ്സ്. ഈ ലിഗാൻഡ് മോളിക്യൂൾ സെല്ലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ എന്നിട്ട് റിസപ്റ്റേഴ്സിലോട്ട് ബൈൻഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞല്ലോ കോട്ടഡ് പിറ്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ അതിലോട്ട് ബൈൻഡ് ചെയ്തിട്ട് ലിഗാൻഡ് റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ കോംപ്ലക്സ് കോട്ടഡ് പിറ്റ്സിൽ അഗ്രിഗേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു പിറ്റ് സെൽ മെംബ്രെയിനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അവരൊരു കോട്ടഡ് വെസിക്കിൾ ഫോം ചെയ്യുന്നു. എന്നിട്ട് ഇതാണ് എൻഡോസോമായിട്ട് ഫോം ചെയ്യുന്നത്. ഈ എൻഡോസോം സെല്ലിനകത്തോട്ട് ട്രാവൽ ചെയ്യുന്നു. പ്രൈമറി ലൈസോസോം സൈറ്റോപ്ലാസത്തിന് അതിലുള്ള പ്രൈമറി ലൈസോസോമസ് ഈ ഒരു എൻഡോസോമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ആകുന്നു. എന്നിട്ട് അവരിലുള്ള എൻസൈംസ്, ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആക്ടിവേറ്റഡ് ആയിട്ട് ആൻഡ് റിസൾട്ട് ഇൻ റിലീസ് ഓഫ് ലിഗാൻസ് ഇൻ ടു ദ സൈറ്റോപ്ലാസം. എന്നിട്ട് ആ ഒരു ലിഗാൻസ് സൈറ്റോപ്ലാസത്തിൽ റിലീസ് ആയിക്കഴിഞ്ഞാൽ അതിൽ റിസപ്റ്റർ ഉണ്ടാവില്ല, ആ ഒരു ബാക്കി ആ റിസപ്റ്റർ തിരിച്ച് സെൽ മെംബ്രെയിനിൻ്റെ അവിടേക്ക് എത്തുന്നു. അതായത് അത് ന്യൂ പിറ്റായിട്ട് അവിടേക്ക് ന്യൂ പിറ്റിലോട്ട് എത്തുന്നു. Next, exocytosis. Exocytosis എന്നാൽ it is the process by which substances are expelled from the cell. In this process, substances are extruded from the cell without passing through the cell membrane. This is a reverse endocytosis. അതായത് സബ്സ്റ്റൻസ് സെല്ലിനകത്ത് നിന്ന് എക്സ്പെൽ ചെയ്യുന്നു. അതായത് സെൽ മെംബ്രെയിൻ്റെ പുറത്തേക്കൂടെ പാസ് ചെയ്യാതെ സബ്സ്റ്റൻസസ് പുറത്തോട്ടേക്ക് എത്തുന്നു. അതായത് ഒരു റിവേഴ്സ് എൻഡോസൈറ്റോസിസ് ആണ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്തേക്കൂടെ ഉള്ള ഒരു ട്രാൻസ്ഫർ അല്ലാതെ തന്നെ ഇവിടെ സെല്ലിൻ്റെ ആ ഒരു കണ്ടൻസ്, ആ ഒരു എന്താണോ സബ്സ്റ്റൻസ് പുറത്തോട്ട് കളയേണ്ടത് അത് പുറത്തോട്ടേക്ക് എത്തുന്നു. ഇതാണ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇവിടെ സെക്രീറ്ററി സബ്സ്റ്റൻസസ് ആണ് റിലീസ് ചെയ്തിട്ടാണ് ഇങ്ങനെ
ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സെക്രീറ്ററി സബ്സ്റ്റൻസസ് എന്നാൽ ദേ ആർ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സെക്രീറ്ററി വെസിക്കിൾസ്. സൈറ്റോപ്ലാസത്തിൽ സെക്രീറ്ററി വെസിക്കിൾസ് ആയിട്ടാണ് ഇത് ഉള്ളത്. അപ്പോൾ ഈ വെസിക്കിൾസ് സെൽ മെംബ്രെയിനെ അപ്രോച്ച് ചെയ്യുന്നു, എന്നിട്ട് സെൽ മെംബ്രെയിനായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ വെസിക്കിൾസിൽ നിന്ന് കണ്ടൻസ് റിലീസ് ആകുന്നു. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹോർമോൺസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. And the last one is transcytosis. Vesicle mediated transportil വരുന്നതാണ് transcytosis. ഇത് എൻഡോസൈറ്റോസിസ് വഴി സെല്ലിനകത്തോട്ടേക്കും അതുപോലെ അതിൻ്റെ സെല്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ എക്സോസൈറ്റോസിസ് വഴി പുറത്തോട്ടേക്കും പോകുന്നു, സബ്സ്റ്റൻസ് റിലീസ്ഡ് ആകുന്നു. അപ്പോൾ ഇതാണ് ട്രാൻസൈറ്റോസിസിൽ നടക്കുന്നത്. ആൻഡ് എക്സാമ്പിൾ സബ്സ്റ്റൻസസ് സച്ച് ആസ് ആൻറ്റിബോഡീസ് അക്രോസ് ദി എൻഡോത്തീലിയൽ സെൽസ്. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് സെൽ ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആണ്. മെയിനായിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസും പാസീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് പേഴ്സണലി ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.